കേരള പി എസ് സിയെ കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തയാണ് പറഞ്ഞത്. പി എസ് സി അട്ടിമറിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. അടിമുടി ഇവർ രാഷ്ട്രീയവൽക്കരിച്ചു. പണ്ട് ഇവരെ വിദഗ്ധന്മാരെ, പ്രമുഖരെയൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള ആളുകൾ ഉൾപ്പെടുത്തി പി എസ് സി അംഗങ്ങളാക്കിയിരുന്നത് ഇപ്പോൾ രാഷ്ട്രീയ വീതം വയ്ക്കലാണ്. രാഷ്ട്രീയക്കാരും മറ്റേ ഓരോ കോർപ്പറേഷൻ ചെയർമാനാവാനും അതല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് മെമ്പർമാരാവാനും നടക്കുന്ന പോലെ തന്നെ പി എസ് സി ശ്രമിക്കുന്നത്. കച്ചവടം നടന്നു വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അല്ല, ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലാണല്ലോ കഴിഞ്ഞ ദിവസത്തെ എല്ലാം ബി ടിക്കിടാൻ പറഞ്ഞ്. അതെ, അതുപോലെ കഴിഞ്ഞ ദിവസം ഈ നിയമനം നടന്ന ആസൂത്രണ ബോർഡിൽ ഉയർന്ന തസ്തികകൾ 3 തസ്തികകളിലേക്ക് നടന്ന നിയമനം 1.5 ലക്ഷം രൂപയോളം ശമ്പളമുള്ള പോസ്റ്റ് നടന്നത്. അതിനുള്ളിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളെ തിരുകാൻ വേണ്ടി നടത്തിയ അട്ടിമറികളും എല്ലാം വെളിച്ചത്ത് വന്ന സാഹചര്യത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് ഡെയിലി 100 കണക്കിന് പരാതികളാണ് വരുന്നത്. അതായത് ഈ പറയുന്ന പി എസ് സിക്ക് അയക്കുന്ന പരാതികൾ, ഈ പി എസ് സിക്ക് അയക്കുന്ന പരാതികളിൽ നിന്ന് അവർക്ക് കോപ്പി ടു നമുക്കും അയച്ചു തരുന്നത്. നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് കണ്ടത്. അല്ല, നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഇവിടെ ഏറ്റവും അധികം ഫോൺ വരുന്നതും ഏറ്റവും അധികം ആൾ നേരിട്ട് വരുന്നതും പി എസ് സിയിലെ തട്ടിപ്പുകളെ കുറിച്ച് പറയാനാണ്. മാത്രമല്ല അവർ പറയുന്നത് ഇതിന് പരാതി നൽകിയാൽ യാതൊരു നടപടി അവിടെ ഉണ്ടാവുന്നതും ഇല്ല എന്നുള്ളതാണ്, ആർക്ക് കൊടുത്തിട്ടും. അല്ല, ഇന്നലെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് നേരത്തെ ഇമെയിൽ വഴി പരാതി പി എസ് സിക്ക് അയക്കാൻ മതി. ആ പരാതിയിൽ നടപടി ഉണ്ടാകുക, ആ വിവരങ്ങൾ ഈ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഇമെയിൽ വഴി അയക്കാനുള്ള സംവിധാനം ബ്ലോക്ക് ചെയ്യും. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ NICയോ മറ്റോ ആണ് ഈ ഇമെയിലിൻ്റെ സംവിധാനം ചെയ്യും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ചിലർ ഇവിടെയൊക്കെ മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു പി എസ് സിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളിത് ബ്ലോക്ക് ചെയ്തിരിക്കും. അബദ്ധവശാൽ സംഭവിച്ചതല്ല, മനഃപൂർവ്വം ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കൊടുത്തിട്ടുള്ള പരാതികളുടെയും അവിടെ നിന്ന് വന്നിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള മറുപടികളും പുറത്ത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും വാർത്തകളാവുകയും ചെയ്യും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഇവർ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കും. ഇനി നേരിട്ട് അങ്ങനെ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു, കൂട്ടത്തോടെ നേരിട്ട് നമ്മുടെ പട്ടത്താണല്ലോ പി എസ് സി, നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത്, അതെ, അവിടെയൊക്കെ വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവർ പരാതി ഡയറക്റ്റ് വാങ്ങില്ല. നേരത്തെ ഇത് പരാതി ഡയറക്റ്റ് വാങ്ങി രസീത് കൊടുക്കുമായിരുന്നു. ഇവിടെയാണെങ്കിൽ ഈ ഡിജിറ്റൽ ആണെങ്കിൽ പോലും അവിടെ അക്നോളജ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പരാതി ഡയറക്റ്റ് വാങ്ങില്ല. പെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ ഇട്ടോളാൻ. ലക്ഷക്കണക്കിന് പരാതിയാണ് ചെല്ലുന്നത്. നമ്മൾ അതിശയോക്തി പറയുന്നതല്ല, ലക്ഷക്കണക്കിന് പരാതി ചെല്ലുന്നു. ഒരൊറ്റ പരാതിയും ഈ പെട്ടിയിൽ വീഴുന്ന പരാതികൾ ഇവർ പരിശോധിച്ചെന്ന് എന്തോന്ന് ഉറപ്പില്ല. ഈ ആസൂത്രണ ബോർഡിലെ നിയമനം സംബന്ധിച്ച് അതിനകത്ത് ക്രമക്കേട് വെളിയിൽ വന്നു കഴിഞ്ഞു, വ്യക്തമായി കഴിഞ്ഞപ്പോൾ അതിൽ അന്വേഷണം കൊടുത്തിരിക്കുന്ന ആഭ്യന്തര വിജിലൻസ് സെല്ലിനാണ്. ഈ ആഭ്യന്തര വിജിലൻസ് ഓഫീസർ ആരാണെന്നറിയോ? ഈ പരീക്ഷ നടത്തിയ പരീക്ഷ കൺട്രോളർ തന്നെയാണ്. നിങ്ങൾ നടത്തിയ ക്രമക്കേട് ആണോ ഏൽപ്പിച്ചത്. അതായത് കള്ളനെ കാവലേൽപ്പിച്ചിരിക്കുകയാണ്. ഇതാരാണോ ഈ ക്രമക്കേട് നടത്തിയത് അയാൾ തന്നെയാണ് ഇതിനെക്കുറിച്ച്. ഈ പി എസ് സി ഓഫീസിൽ സംസ്ഥാന പോലീസിൽ നിന്നുള്ള ഒരു SP ആണ് അവിടുത്തെ വിജിലൻസിന്റെ മേധാവി. അതിന്റെ കീഴിൽ DYSP SI ആരൊക്കെയോ ഉണ്ട്, ഒരു വലിയ സംഘം പോലീസുകാരവിടെ ഉണ്ട്. അപ്പോൾ ഇവർ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, കാരണം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാനില്ലല്ലോ. അത് ഡിനി എന്ന് പറഞ്ഞൊരു SP ആണ്, ഇപ്പോൾ നോൺ IPS SP ആണ് ഇപ്പോൾ ഇതിൻ്റെ വിജിലൻസ് SP. അപ്പോൾ ആ പരീക്ഷയുടെ കാര്യം അങ്ങനെ, ആ പരീക്ഷയുടെ കാര്യം അറിയാമല്ലോ. അതെ, 10 ക്വസ്റ്റ്യൻ വാല്യുവേഷൻ ചെയ്തിട്ടില്ല. 10 ക്വസ്റ്റ്യൻ, 228 പേരാണ് അതിനകത്ത്. മാത്രമല്ല മിന്നൽ വേഗത്തിലാണ് പരീക്ഷ നടത്തുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത്, നിയമനം കൊടുക്കുന്നു. അതിലാണ് രസം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഇന്റർവ്യൂവിൽ ഏറ്റവും ഒടുവിൽ പോയി, ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയാൽ ഇന്റർവ്യൂവിൽ ഏറ്റവും മുന്നിൽ വന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് 40-ൽ ഇന്റർവ്യൂവിന് 6 മാർക്ക് കൊടുക്കുന്നു, ഏറ്റവും പുറകിൽ പോയ ആൾക്ക് 36 മാർക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, പുറകിൽ ആയ ആള് ഇന്റർവ്യൂ എഴുത്ത പരീക്ഷ ഇവിടെയാണ് മുഴുവൻ തട്ടിപ്പ് അരങ്ങേറി. പി എസ് സിയിലെ ഇന്റർവ്യൂവും എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവുമുള്ള സെക്ഷനുകളിലാണ് ഈ അട്ടിമറികൾ മുഴുവൻ നടക്കുക. അവിടെയാണ് അന്തം കമ്മികളെ മുഴുവൻ തിരികെ. പണ്ടൊരു കാര്യം കേട്ടിരുന്നു, PSC മെമ്പർമാർ ഈ ഓരോ ഇന്റർവ്യൂ നൽകുന്ന മാർക്കിന്റെ അളവ് കുറച്ചു വന്നു. മുമ്പ് ഉള്ളതുപോലെ അല്ല, ടെസ്റ്റിന്റെ മാർക്ക് തന്നെയാണ് പ്രധാനം. ഈ PSC മെമ്പർമാർ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കും, ഇന്റർവ്യൂ ബോർഡിന്റെ ഇന്റർവ്യൂവിനുള്ള മാർക്ക് കുറച്ചു എന്നാണ് പണ്ട് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആ തീരുമാനം ഒരു മാറ്റി കാണുമായിരിക്കും. ഇതിന്റെ രീതി എങ്ങനെയാണെന്നറിയാം. അതായത് ഇത് പരീക്ഷ വരുന്നു, ഈ പരീക്ഷ വരുന്ന കഴിയുമ്പോൾ, ഞാനത് കോമൺ ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഒരു സബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെയോ അല്ല ഒരു തസ്തികയുടെയോ ഒന്നുമല്ല പറയുന്നത്. ഒരു പരീക്ഷ വന്നു കഴിയുമ്പോൾ ആ പരീക്ഷയിൽ ഇവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രം ഇവർ കോഡ് കൊടുക്കും. കോഡ് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 1 തൊട്ട് 58 വരെയുള്ള ചോദ്യത്തിൻ്റെ ശരി ഉത്തരം B ആണ്. നിങ്ങൾ മൊത്തം B കറപ്പിച്ചോളാം.
നിങ്ങൾ മൊത്തം ബി കറപ്പിച്ചോളാൻ പറയും. അപ്പം ഈ മൊത്തം ഇവർ ബി കറപ്പിക്കും. ബാക്കിയുള്ളതിൽ നിന്ന് എങ്ങനെ പോയാലും ഇവർ കുറച്ച് മാർക്ക് കൂടെയൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ ഈ ബി കറപ്പിച്ചവർക്കെല്ലാം റാങ്ക് ലിസ്റ്റിൽ പേര് വരും. പിന്നെ അടുത്ത ഘട്ടം ഇൻ്റർവ്യൂ ആണ്. അപ്പം ഈ ബി കറപ്പിച്ചവരുടെ എല്ലാം മാർക്ക് ലിസ്റ്റ് ഈ PSC അംഗങ്ങളിൽ ആരെങ്കിലും അല്ലെ ഇവിടെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇത് ചോർത്ത് ഇത് എത്തേണ്ടടുത്ത് എത്തിച്ചിട്ട് പിന്നീട് വരുന്ന ഇൻ്റർവ്യൂവിൽ ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയിട്ടുള്ള തങ്ങളുടെ ആൾക്കാരുടെ ലിസ്റ്റ് കൊടുക്കും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 40 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് കരുതുക. അപ്പോൾ ഇവർ ഈ പറഞ്ഞ 58 വരെ ആദ്യമുള്ള ക്വസ്റ്റ്യൻ കറപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളിന് ആയിരിക്കത്തില്ല ഒന്നാം റാങ്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയ ആളായിരിക്കും. അപ്പോൾ അവരും ഇവരും ഇതിൻ്റെ പുറകെ ഇവരും വരും. അപ്പോൾ എത്ര ഒഴിവുണ്ടെന്ന് നോക്കിയിട്ട് ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 40-ൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളിന് എന്ത് കൊടുക്കും? 40-ൽ 6 മാർക്ക് കൊടുക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റും ഇൻ്റർവ്യൂവും എഴുത്ത് പരീക്ഷയും കൂടെ കൂട്ടുമ്പോൾ ഇവർ പുറകിൽ പോകും. മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്ന ഇതുപോലെ PSC മെമ്പർമാരെ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇന്നാണ് ഇൻ്റർവ്യൂ എങ്കിൽ ഇന്ന് രാവിലെ മാത്രമേ അവരുടെ പേര് വിവരങ്ങളും വിശദാംശങ്ങളും കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എന്ത് വരുന്നു? അപ്പോൾ ഈ പുറകിൽ കിടക്കുന്ന ആൾക്കാർക്ക് 40, 36, 38 കൊടുക്കും. ടെസ്റ്റിന് ഏറ്റവും മാർക്ക് വാങ്ങുന്നതിന് 5 മാർക്ക് 6 മാർക്കും കൊടുക്കും. അവൻ പുറകിൽ പോയി ഈ കിടക്കുന്നതിന് മുമ്പിൽ പോകും. അങ്ങനെ ഇവരെ മൊത്തം കയറ്റിവിടും. ഒരു തസ്തികയിലല്ല, മുഴുവൻ സ്ഥലത്തും ഇതാണ് നടന്നിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള പരാതിയാണ്. ലക്ഷക്കണക്കിന് പരാതി മുഖ്യമന്ത്രിക്ക് ചെല്ലുന്നുണ്ട്. ലക്ഷക്കണക്കിന് പരാതി PSCയുടെ ചുമതല ആർക്കാ? ജനീഷിനാണ് തോന്നുന്നു അല്ലേ, മന്ത്രിക്ക്, തൊഴിൽ മന്ത്രി. അപ്പോൾ അവിടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ തൊഴിൽ മന്ത്രിക്കാണെന്ന് തോന്നുന്നു, PSC അല്ല, യുവജനക്ഷേമ മന്ത്രി എന്നുള്ള നിലയിൽ ജനീഷിന് പോകും. അപ്പോൾ ഈ ജനീഷ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരന്വേഷിക്കും? ആർക്കും അന്വേഷിക്കാൻ പറ്റില്ല. സർക്കാരിന് ഇവരെ തൊടാൻ പറ്റത്തില്ല. ഗവർണർക്കും രാഷ്ട്രപതിക്കും മാത്രമേ അതേ തൊടാൻ പറ്റുള്ളൂ. പക്ഷേ സർക്കാരിന് ചെയ്യാം. അവർക്ക് ഇതിനകത്ത് വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇട്ടിട്ട് പോലീസിന് കയറി അന്വേഷിക്കും. അപ്പോഴും ഇവരെ തൊടണമെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രപതി ഇടപെടണം, അല്ലെങ്കിൽ ഗവർണർ ഇടപെടണം. ഗവർണർ ഇടപെട്ടാൽ പോലും അതിശക്തമായ തെളിവുണ്ടെങ്കിൽ ഗവർണർക്ക് ഇവരെ സസ്പെൻഡ് ചെയ്യും. മാത്രമല്ല, വലിയ പ്രശ്നം വന്നാൽ പോലും ഇവർ ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് അനധികൃത ആൾക്കാർ കേരളത്തിലെ സർക്കാർ സർവീസുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് മുഴുവൻ CPMകാരാണ്. ഇത് നമ്മൾ ഞെട്ടിക്കുന്ന സംഭവമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നീറ്റ് പരീക്ഷയും മറ്റേ CBSE പരീക്ഷയും അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതും അവിടുത്തെ തട്ടിപ്പുകളുമാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പറഞ്ഞ് പാറ്റാകളും പിന്നെ പൂച്ചകളും ഒക്കെ കടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ബഹളം വയ്ക്കും? അത് ബഹളം വയ്ക്കാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യം കാണില്ല. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് എന്ത് നോക്കിയിരിക്കുകയാണ്? അവരുടെ കാലത്തല്ല ഇത് നടന്നിരിക്കുന്നത്. അവർ PSC ഓഫീസിലേക്ക് എന്തുകൊണ്ട് ഒരു മാർച്ച് നമ്മൾ ചോദിക്കേണ്ടി വരും. അവർ ഭരണമൊക്കെ അവരുണ്ട്, പക്ഷേ അവിടെ PSC ഭരിക്കുന്ന ഇടതുപക്ഷമാണെന്നുള്ള കാര്യം പ്രത്യേകം. എന്തുകൊണ്ട് DYFI ഒരു ഇതുമായിട്ട് വരുന്നില്ല? ഇത്രയും ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കിയ സംഭവമാണ് എല്ലാ തസ്തികകളിലും. എന്തിനേറെ നമ്മൾ പറയുന്നു, ഈ പറയുന്ന 2 ജിമ്മന്മാരെ പോലീസിലെടുക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള സകലമാന ചട്ടങ്ങളും മറികടന്ന് യാതൊന്നും വകവയ്ക്കാതെ നേരെ വലിച്ചു കയറ്റി വെച്ചു. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്ന പോലെ KAS നടന്ന എന്താണെന്നുള്ളതൊന്നും അന്വേഷിക്കണം. KAS കാരണം ഉന്നത പദവികളാണ്. അതിലത്തേക്ക് മുഴുവൻ ഇക്കണക്കിന് നമ്മൾ അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു. ഈ KAS കൊണ്ടുവന്നത് പോലും അതിനുവേണ്ടിയായിരിക്കും. അതിനുവേണ്ടിയാണ്. കാരണം ചോദ്യപേപ്പർ ചോർന്നില്ല, പക്ഷേ ഉത്തരങ്ങൾ ചോർന്നു. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്. ഈ 58 ചോദ്യം അത് പിന്നെ എക്സൈസോ ഏതാണ്ട് അല്ല, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് വിഭാഗം ഓഫീസർക്കുള്ള അതിലാണ് ഈ 1 തൊട്ട് 58 വരെയുള്ള ചോദ്യങ്ങൾക്ക് ബി മാത്രം. അതാണ് അത് ഓർക്കുക. അപ്പോൾ അതിനകത്ത് ബി മാത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിക്കാണ്. ആ കാറ്റഗറി അവരെ കൈ കിട്ടണം, മനസ്സിലായില്ലേ? അപ്പോൾ ABCD 4 കാറ്റഗറി വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയാണല്ലോ. അങ്ങനെയായിരുന്നു പണ്ട്. ഞാൻ PSC പരീക്ഷയൊക്കെ എഴുതിയിട്ട് നമ്മൾ ഒരുപാട് കാലമായി. അപ്പോൾ അതിനകത്ത് എന്താണെങ്കിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടക്കുന്നു. ഏറ്റവും അഴിമതി നിറഞ്ഞതും ഏറ്റവും സംശയമുനയിൽ നിൽക്കുന്നതും ഏറ്റവും ദുരൂഹമായതുമായൊരു സ്ഥാപനമായി, ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഓർത്തോണം PSC മാറുക. അതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ഈ നാട്ടിൽ ഒരു യുവജന സംഘടന ഇല്ലല്ലോ എന്നുള്ളതാണ്. യുവമോർച്ചയോ യൂത്ത് കോൺഗ്രസോ DYFO ആരുമില്ല. ഇതിന്റെ ഗുണഫലം കിട്ടിയവരെ അവരെല്ലാവരും കാണുമായിരിക്കും. അല്ല, ഇതിനകത്ത് എന്ത് അന്വേഷണം നടത്തും? അതാണ് മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ഉത്തരം പറയേണ്ടതാണ്. ഈ PSCയിലെ തട്ടിപ്പ് മനസ്സിലാക്കാൻ എന്ത് അന്വേഷണമാണ് ഇവിടെ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ശരി, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ, അതായത് കഷ്ടപ്പെട്ട്
രാപകൽ എനിക്കറിയാം ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അതായത് അവർ ഈ ഡിഗ്രി കഴിഞ്ഞ് വീടുകളിൽ ട്യൂഷൻ എടുത്ത് ആ പൈസ കൊണ്ട് PSC കോച്ചിങ്ങിന് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് എത്രയോ പേരുണ്ട് PSC കോച്ചിങ് പഠിക്കുന്ന കുട്ടികൾ. അവർ പിന്നെ അവർ ഹയർ സ്റ്റഡീസിന് പോലും പോകാതെ ഇതിന്റെ പുറകെ നടക്കുന്ന എത്രയോ പേരുണ്ട്. അതെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ട കുറേ എണ്ണം തെക്ക് വടക്ക് തേരാപ്പാര വായി നോക്കി മരുന്ന് അടിച്ച് പാർട്ടി പ്രവർത്തനം നടക്കുന്ന കുറേ അവന്മാർ ഡിഗ്രി പാസ്സായതുപോലും എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവർ വഴിവിട്ട നീക്കം നടത്തി അവരെ ഈ തിരികെയാണ്. എന്താണ് ഇവർ പ്രസംഗിക്കുന്ന സോഷ്യലിസം? ഇതാണോ ഇവർ പ്രസംഗിക്കുന്നത്? ഇതാണ് സോഷ്യലിസം. ഇതാണ് സോഷ്യലിസം. അതായത് പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്നു. സത്യാനന്തര കാലഘട്ടത്തിൽ സോഷ്യലിസം ഇതിങ്ങനെയാണ്. എന്താണെങ്കിലും പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വകുപ്പുകളിലും അട്ടിമറി നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, അനധികൃത നിയമനം നടന്നിട്ടുണ്ട്, സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ PSC പോലെയുള്ള സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കി കൃത്യവും ന്യായവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്.